ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരുടെ മനസ്സിലെ രാത്രികാല ചിന്തകളില് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ വരുന്ന തോട്ട്സും ഫീലിങ്സും ഈ ഒരു സമയത്ത് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യുക. അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിങ്ങും ജനറൽസ് റീഡിങ്ങും കൂടെയാണ്. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക. ആ ഒരു എനർജിയിൽ ഇരുന്നുകൊണ്ട് വീഡിയോയുമായിട്ട് കണക്ട് ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ നമുക്കിവിടെ ക്രിയേറ്റിവിറ്റി ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. അവർക്കിപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നടത്തണം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തുകൊണ്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു അന്വേഷണത്തിലായിട്ടാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നടക്കുന്ന ചിന്തകൾ ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. കമ്പാരിസൺ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ന് പറയുന്ന ആ ഒരു പേഴ്സണും അതുപോലെ തന്നെ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ആരൊക്കെയാണോ ഇവരുടെ കൂടെ ഉള്ളത് ആ ഒരു വ്യക്തികളുമായിട്ടെല്ലാം നിങ്ങൾ അവരെ കമ്പയർ ചെയ്യുന്നുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സപ്പോർട്ട് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന കെയറിങ് പോലെ യാതൊരു രീതിയിലും അവരുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളിൽ നിന്നും അവർക്ക് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരാളിലും അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസോ തെറ്റിദ്ധാരണകളോ ഒക്കെ നിൽക്കുന്ന ഒരു എനർജി ആണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം പരിഹരിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള പോസിബിലിറ്റീസ് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നത്. ലൈഫിൽ ഒട്ടും തന്നെ ഈ ഒരു പേഴ്സൺ ഹാപ്പി അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടും തന്നെ എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ, ഒരു കരിയർ ബേസ് കാര്യങ്ങളിൽ അല്ലെങ്കിൽ പോലും ഇവരുടെ ഒരു ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർത്തും ഇവർ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന എനർജിയാണ്. ഒറ്റപ്പെടുക എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇവരുടേതായ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ട് ഇപ്പൊ ലൈഫിൽ ആരും തന്നെ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ്. അല്ലെങ്കിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഇല്ല എന്ന് പറയാം. ചിലപ്പോൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കാം, ഫാമിലി ഉണ്ടായിരിക്കാം, എല്ലാവരും കൂടെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇവർക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയും ഇവരുടെ ലൈഫിൽ ഇപ്പൊ ഇല്ല. ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് ഇവർ മറ്റുള്ള വ്യക്തികളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്തപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രതയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സന്റെ ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് ആണെന്നുണ്ടെങ്കിലും ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പിൽ ഒരു കോംപ്രമൈസ് കൊണ്ടുവരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോഴേക്കും അവർ നിങ്ങളെ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നു. അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് സങ്കല്പിക്കുന്നു. നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് എങ്ങനെ ആകണം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലിട്ടുകൊണ്ട് ഇവർ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ലവേഴ്സ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം ഒരു പ്രണയം തുടങ്ങിയിട്ടുണ്ട്. പ്രണയം ഇപ്പൊ തോന്നി എന്ന് പറയാൻ കാരണം ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പൊ ഒരു അകൽച്ച വന്ന് നിൽക്കുന്ന എനർജി ആയിരിക്കാം നിങ്ങൾ. ചിലവരെ സംബന്ധിച്ചിടത്തോളം നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, ചിലവർ ലെസ് കോണ്ടാക്ട് ആയിരിക്കാം. എന്തായാലും പ്രോപ്പർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നില്ല. അപ്പൊ ഈ ഒരു ടൈം പീരീഡിലാണ് ഇവർക്ക് നിങ്ങളുടെ സ്നേഹത്തിന്റെ കൂടുതലായിട്ടുള്ള ഒരു ഓർമ്മകൾ വന്നിരിക്കുന്നത്. അവർ നിങ്ങളെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്നേഹത്തെ ഒരുപാട് ഇവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ സ്നേഹം നിങ്ങളിലേക്ക് നൽകാനും ഈ ഒരു സമയത്ത് ഇവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നത് എന്നുണ്ടെങ്കിൽ സ്വയം ഒരു ട്രാൻസ്ഫോർമേഷന് തയ്യാറാകാനും മനസ്സുകൊണ്ട് ഇവരിപ്പോൾ ചിന്തിച്ചിരിക്കുകയാണ്. സ്വയം ഹീൽ ആവുന്നു. ഹീലിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. വളരെയധികം നിഷ്കളങ്കമായ മനസ്സോടുകൂടി അതിനെക്കുറിച്ച് തീരുമാനിച്ച് ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. സ്വയം ഹീൽ ആവണം, അതിലൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്വയം തന്നെ വരുത്തണം. എങ്കിൽ മാത്രമാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പോസിബിലിറ്റീസ് ഉണ്ടാവുകയുള്ളൂ, അതിലൊരു ഫ്ലവറിങ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ.
ആ ഒരു ചിന്ത ഇവർക്കുള്ളത് കൊണ്ട് തന്നെ സ്വയം ഇവർ ഹീൽ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വീണ്ടും ഒരു വസന്തകാലം, ഫ്ലവറിംഗ് എന്ന് പറയുമ്പോൾ എത്രത്തോളം മനോഹരമായിട്ടാണോ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരുന്നത് അത്രത്തോളം മനോഹരമായിട്ട് തന്നെ ഇനിയും ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഇവരുടെ മനസ്സിന്റെ ഒരു ആഗ്രഹം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. റിലേഷൻഷിപ്പിലെ ആ ഒരു നഷ്ടപ്പെട്ടു പോയ ഭാഗം വളരെയധികം ഒരു അടുക്കും ചിട്ടയോടും കൂടി അല്ലെങ്കിൽ അത്രത്തോളം ഒരു നല്ല രീതിക്ക് നിങ്ങൾ കൊണ്ടുവന്ന ഒരു ബന്ധമായിരിക്കാം ഇത്. ഇവരും ഇതുപോലെ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരിക്കും നേരത്തെ. അപ്പൊ അങ്ങനെ വന്ന സമയത്തായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് റിലേഷൻഷിപ്പ് ഒരു ബ്രേക്ക് ആയിട്ട് പോയിരിക്കുന്ന എനർജിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ കാര്യത്തിൽ തന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ സ്വയം തന്നെ നികത്താനായിട്ട് അവരുടെ തെറ്റുകളെ തിരുത്താനായിട്ട് അവരിപ്പോ തയ്യാറെടുക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് അവരത് ചിന്തിക്കുന്നുണ്ട്. കാരണം കോംപ്രമൈസിന് നിങ്ങളുടെ പേഴ്സൺ തന്നെ ഇപ്പൊ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പും കോംപ്രമൈസ് ആയിട്ട് ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടായിരിക്കും. ഇവർ സമ്മതിച്ചു കാണില്ല. ഇവർ ആ ഒരു ഈഗോ കാര്യങ്ങളിലൊക്കെ പിടിച്ചു നിന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും വഴക്കിലേക്ക് തന്നെ കലാശിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെ വന്നപ്പോൾ വീണ്ടും ഒരു നോ കോണ്ടാക്റ്റിലേക്ക് റിലേഷൻഷിപ്പ് എഗെയിൻ പോയിരിക്കുന്ന ഒരു എനർജി. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരായിട്ട് തന്നെ ഇതിനകത്ത് കോംപ്രമൈസ് വേണമെന്ന് തീരുമാനം എടുത്തിരിക്കുക മാത്രമല്ല അവരായിട്ട് തന്നെ അതിന് ആക്ഷൻ എടുക്കാനും ഒരു മൈൻഡ് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് തനിക്ക് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്ന് ഇവർ ചിന്തിക്കുന്നുണ്ട്. മറ്റുള്ള വ്യക്തികളുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പോസിബിലിറ്റീസ് കണ്ടെത്തുമ്പോഴും അത് ഏത് രീതിയിലാവണം ആ ഒരു സോഴ്സ് കണ്ടെത്തുക അല്ലെങ്കിൽ എങ്ങനെ വേണം അത് നിങ്ങളിലേക്ക് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെ സംസാരിച്ചു തുടങ്ങണം അതിപ്പോ ഒരു ഫോണിലൂടെ ആയിരിക്കണോ നേരിട്ട് കാണണോ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെ പറ്റി ഇവർ കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അതിനൊരു ഗൈഡൻസ് ഇവർക്ക് ആവശ്യമാണ് എന്നുള്ളത് ഇവർക്ക് തന്നെ മനസ്സിലായിട്ടുമുണ്ട്. ആ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളോട് അത്രയും അടുപ്പമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഒരു ഉപദേശം ചോദിക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ മറ്റൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം വിശ്വാസമുള്ള ഒരു വ്യക്തികൾ തന്നെയായിരിക്കാം. ഇപ്പൊ എല്ലാവരുടെയും കേസിലും ഒരുപാട് വിശ്വാസമുള്ള വ്യക്തികൾ ആവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിലാണെങ്കിൽ സ്പിരിച്വലി ഈ ഒരു പേഴ്സൺ കണക്റ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ആ ഒരു വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയിൽ നിന്നാണെങ്കിൽ ഒരു ഗൈഡൻസ് എടുക്കുന്നുണ്ട്. ആ ഒരു ഗൈഡൻസിലൂടെയാണ് ആ ഒരു സോഴ്സ് ഇവർ കണ്ടെത്തുന്നത്. എങ്ങനെ വേണം അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇതിനെ കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളത്. അതിനുള്ള പോസിബിലിറ്റീസ് ഇവരുടെ മുമ്പിലേക്ക് വരുന്നതനുസരിച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു പെർഫെക്റ്റ് ടൈമിങ്ങിൽ നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. വെളിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ഷെയറിംഗ് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യമേ നമ്മൾ പറഞ്ഞു ഇതിൽ ട്രസ്റ്റ് ഇഷ്യൂസ് അതുപോലെ തെറ്റിദ്ധാരണകൾ ഒക്കെ നിൽക്കുന്ന ഒരു ബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ടുള്ള മനസ്സിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു ഗൈഡൻസ് ആയിട്ട് വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ ഒരു കോംപ്രമൈസിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബാക്കി കാര്യങ്ങൾ റെസനേറ്റ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളും ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ നിങ്ങളും ഇതിനകത്ത് അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പരസ്പരം മനസ്സിലാക്കലിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവന്നാലാണ് കൂടുതലായിട്ട് റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ എഫേർട്ട് ഇടുന്ന സമയത്ത് നിങ്ങളും ഇവരിലേക്ക് എഫേർട്ട് ഇട്ട് തിരിച്ചും ആ ഒരു രീതിക്ക് തന്നെ നിൽക്കുക. ചിലപ്പോൾ നിങ്ങളായിട്ട് ചെന്ന സമയത്ത് ഇവർ അതിന് തയ്യാറായിട്ടുണ്ടാവില്ല. പക്ഷെ ഇവരായിട്ട് ഇപ്പൊ നിങ്ങളിലേക്ക് വരാൻ തയ്യാറെടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് അവർ നിങ്ങളിലേക്ക് വരുന്ന ടൈമിൽ നിങ്ങളും അതിനു വേണ്ടി തയ്യാറെടുക്കണം. ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റിയിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നിങ്ങളെയും ഇവർക്ക് അതുപോലെ നിങ്ങൾക്ക് ഇവരെയും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഈ ഒരു ഒറ്റപ്പെടൽ എന്നൊരു അവസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം ലഭിക്കും. സ്വാതന്ത്ര്യം ലഭിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കോംപ്രമൈസ് വരിക. അതിലൂടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ ഡ്രീം ചെയ്തത് ആ ഒരു ഡ്രീം ചെയ്ത അവസ്ഥയിലേക്ക് വീണ്ടും എത്തുക. എന്ന് വെച്ചാൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ആ ഒരു ജീവിതം നിങ്ങളിലേക്ക് ലഭിക്കാനായിട്ട് പോകുന്ന എനർജിയാണ്. മൊമെന്റ് ടു മൊമെന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവർ ഓരോ നിമിഷവും ഇപ്പൊ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന എനർജി കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കിയിരിക്കുന്നതിൽ അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്ന് പറയുമ്പോൾ അവർ കൂടുതലായിട്ടും റിലേഷൻഷിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന എനർജിയാണ്. സ്വയം മാറാനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനും കോംപ്രമൈസിലേക്ക് എത്താനും പരസ്പരം മനസ്സിലാക്കി ഈ ഒരു ബന്ധത്തിനെ വീണ്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവരുടെ മൈൻഡിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ഇവർക്ക് ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് വലിയ താല്പര്യമില്ലാത്ത വ്യക്തികൾ തന്നെയാണ്. ചിലപ്പോൾ ഒരു സമയത്ത് ഇവർ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർക്ക് നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രതയാണോ എന്നുണ്ടെങ്കിലും
നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണെ കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്ന എനർജിയാണ്. അണ്ടർസ്റ്റാൻഡിങ് വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ ഡെപ്ത് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇവർ നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവർ നിങ്ങൾ അറിയാതെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ, എല്ലാവരിൽ നിന്നും നിങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ എല്ലാം ഇവർ കളക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ കൂടുതലായിട്ട് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അവർ ആ ഒരു രീതിയിലാണ്. ചിലപ്പോൾ നിങ്ങളോട് ഡയറക്റ്റ് സംസാരിച്ചിരുന്ന സമയത്ത് അവരൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഒന്നും നിങ്ങളുമായിട്ട് നടത്തി കാണില്ല. റിലേഷൻഷിപ്പിന്റെ ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി അല്ല മുന്നോട്ടേക്ക് വീണ്ടും പോകുമ്പോൾ. ആദ്യ സമയം എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്താൻ അല്ലെങ്കിൽ എത്തിപ്പെടുത്താനുള്ള ആ ഒരു താല്പര്യം, ആ ഒരു അട്രാക്ഷൻ ആയിരിക്കും ആദ്യം ഉണ്ടാവുക. ആ ഒരു അട്രാക്ഷനിൽ നിന്നാണ് പിന്നീട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് മാറി തുടങ്ങുന്നത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ മാറി തുടങ്ങിയ സമയത്ത് തന്നെയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് നിങ്ങളുമായിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് നേരത്തെ സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾ അതിന് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവർ അതിന് തയ്യാറും എടുത്തിട്ടുണ്ടാവില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഇവർ നിങ്ങൾ അറിയാതെ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ എന്ന് പറയുന്ന ഒരു person. നിങ്ങൾ ഒരാൾക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടായിരിക്കാം കൊടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഈ പറയുന്ന person ഉള്ള സ്ഥാനം എന്താണ്? ഇതെല്ലാം ഇവരിപ്പോൾ അറിഞ്ഞിരിക്കുന്ന നിമിഷത്തിലാണ് ഇവർക്കൊരു മാനസികമായിട്ടൊരു ദുഃഖം ഇവർ അനുഭവിക്കുന്നുണ്ട്. ഇവർക്കൊരു ഗിൽറ്റി ഫീൽ ഒക്കെ തോന്നുന്നുണ്ട്. ഇവരിങ്ങനെ ചെയ്തതിൽ ഇവർക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ട്. കുറച്ചുകൂടെ നിങ്ങൾക്ക് സമയം തരേണ്ടതായിരുന്നു. നിങ്ങളെ മനസ്സിലാക്കാനായിട്ടും അതുപോലെ ഇവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും എല്ലാത്തിനും ഒരു ടൈം പീരീഡ് അനിവാര്യമായിരുന്നു. അതിനു മുന്നേ തന്നെ ഇത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് പോയപ്പോൾ സ്വയം നിയന്ത്രിക്കേണ്ടിയിരുന്ന സ്ഥലങ്ങളിൽ സ്വയം ഒന്ന് നിയന്ത്രിക്കാമായിരുന്നു എന്നുള്ള ഒരു തോട്ട്സ് ഒക്കെ ഇവരുടെ മൈൻഡിലേക്ക് ഒരു ഗിൽറ്റ് ഫീൽ ആയിട്ടാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ റിലേഷൻഷിപ്പിനെ കാണാനായിട്ട് ഇവരിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. ഓരോ ദിവസവും ആ ഒരു തോട്ട്സ് ഇവരുടെ മൈൻഡിലേക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്ന് പറയുമ്പോൾ രാത്രികാലങ്ങളിലാണ് ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ രാത്രികാലങ്ങളിൽ എന്നൊക്കെ പറയുന്നത് ഒരുപാട് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കാം. ആദ്യ സമയത്തൊക്കെ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല എങ്കിൽ പോലും കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാത്തിലേക്കും എത്തിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ ആ ഒരു സംസാരം കാര്യങ്ങളൊക്കെ ഇവർ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകളെ അവരായിട്ട് തന്നെ മാറ്റം വരുത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളതാണ് ഇവിടുത്തെ എനർജിയിൽ കാണിച്ചിരിക്കുന്നത്. എന്നാൽ അവരുടെ ആ ഒരു ഷോർട്ട് ടെമ്പേർഡ് പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് പ്രതികരിക്കുക ആ ഒരു രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരിൽ ഒരുപാട് പേഷ്യൻസ് കൈവന്നിട്ടുണ്ട്. ഒരു ശാന്തമായ മനോഭാവം. കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്തകൾ. അങ്ങനെ വരാൻ കാരണം തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു ചിന്തകളിലൂടെ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിയതിലൂടെയും അതുപോലെ ഇവർ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്തതിലൂടെയുമാണ്. പിന്നെ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴേക്കും നമ്മളിവിടെ പറഞ്ഞു ആ ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലുമൊക്കെ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആ ഒരു സ്പിരിച്വൽ കണക്ഷനിൽ നിന്നോ ഒക്കെ ഗൈഡൻസ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ക്യാരക്ടറിലും കുറച്ചധികം വ്യത്യാസങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇവരുടെ കാഴ്ചപ്പാടുകൾക്കും കുറച്ചധികം വ്യത്യാസങ്ങൾ കൊണ്ടുവരണം. എല്ലാം ഇവരിപ്പോ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു തിരിച്ചറിവ് ഇവർക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഇവരുടെ ഈ ഒരു ദേഷ്യപ്പെടുന്ന സ്വഭാവം അല്ലെങ്കിൽ എടുത്തുചാട്ടം അതിനൊക്കെ ഒരു നിയന്ത്രണം കൈവരുത്തുക. ഒരു ക്ഷമാപൂർവ്വം എല്ലാ കാര്യങ്ങളെയും നേരിടുക. അങ്ങനെ നേരിട്ടാൽ തന്നെ കുറച്ചധികം പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ആ ഒരു എനർജിയിലേക്ക് ഇവർ ഇപ്പൊ എത്തിയിരിക്കുകയാണ്. അവരും നിങ്ങൾ ഡ്രീം ചെയ്യുന്നത് പോലെ നിങ്ങളെ ഇപ്പൊ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ മനസ്സ് ഇപ്പൊ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോംപ്രമൈസ് വേണം. അതിലൂടെ റിലേഷൻഷിപ്പ് വീണ്ടും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഒരിക്കലും ഇത് നഷ്ടപ്പെട്ടു പോകേണ്ട ഒരു എനർജി അല്ല. കാരണം ചില തെറ്റിദ്ധാരണകള് പ്രശ്നങ്ങൾ മാത്രമാണ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതിരിക്കുക. അപ്പൊ നിങ്ങൾക്കിത് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള വ്യക്തികൾക്കായിരിക്കില്ല കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുക. കാരണം നമുക്കിവിടെ ഒരു തേർഡ് പാർട്ടി എനർജി അല്ല ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടിയുടെ നമുക്ക് ഒരുപാട് എനർജി ഒരു ഹൈ ആയിട്ട് വരുന്നില്ല. അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം തേർഡ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു ഫാമിലി ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ മറ്റു പല തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവരുടെ സ്വന്തം മനസ്സ് പറയുന്നത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കണം.
ആ ഒരു കോംപ്രമൈസ് ഇതിൽ കൊണ്ടുവരണം. ആ ഒരു ലവേഴ്സ് എനർജി അഗെയിൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചെത്തിക്കണം എന്നുള്ള രീതിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളെ മാറ്റിയിരിക്കുന്നതും ചിന്താതികളെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നതും. ഈ ഒരു ബന്ധത്തിൽ ഒരു സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരണം. അബണ്ടൻസ് തന്നെ കൊണ്ടുവരണം. ആ ഒരു അബണ്ടൻസിലൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെന്റ് നൽകിക്കൊണ്ട് ഒരു സെലിബ്രേഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് വളരെയധികം സന്തോഷകരമായിട്ടൊക്കെ ആയിരിക്കാം നേരത്തെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലൊക്കെ മുന്നോട്ടേക്ക് വന്നിരുന്നത്. എപ്പോഴും ഒരു സന്തോഷകരമായ മനോഭാവത്തോടു കൂടി എല്ലാത്തിനെയും നോക്കി കാണാനായിരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളുടെ ആ ഒരു സമയമോശം എന്നൊക്കെ പറയുന്ന പോലെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്നാൽ ഇപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെയെല്ലാം വീണ്ടും തിരികെ പിടിക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ടോട്ടാലിറ്റി ആണ് വന്നിരിക്കുന്നത്. ഇവരും നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പരിപൂർണത കൈവരും. ശിവനും ശക്തിയും എന്ന് പറയുന്നത് പോലെ നിങ്ങളും ഇവരുമായിട്ട് ചേർന്നാലായിരിക്കും റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മനോഹാരിത കൈവരിക്കുക. വി ആർ ദ വേൾഡ് എന്ന് തന്നെയാണ് ഇവർ ചിന്തിക്കുന്നത്. നമ്മളാണ് നമ്മളുടെ ലോകം, മറ്റുള്ളവരല്ല. അപ്പൊ നിങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ഇവരാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ഇവരും ഇപ്പൊ അതേ രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ചേർന്നാലാണ് ഈ ഒരു ലോകത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ലോകത്തിന് മനോഹാരിത കൈവരിക. അതിൽ ഫ്ലവറിങ് ഉണ്ടാവുകയുള്ളൂ. അത് ഏറ്റവും മനോഹരമായിട്ട് ഒരു വസന്തം പോലെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് മെയിൻ ആയിട്ട് വേണ്ടത് ഒരു റീബർത്ത് ആണ്. നിങ്ങൾക്കും ഈ ഒരു പേഴ്സണും പരസ്പരം ഒരു റീബർത്ത് സംഭവിച്ചാൽ മാത്രമാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ആക്കിയിട്ട് റിലേഷൻഷിപ്പിനും ഒരു പുനർജന്മം പോലെ കൊണ്ടുവരാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള ഒരു കാര്യം വളരെയധികം ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവരുടേത്. സൈലന്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു പേഷ്യൻസ് ഇവർക്ക് കൈവന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. നിശബ്ദമായിട്ട് എല്ലാ കാര്യങ്ങളെയും കൂടുതലായിട്ട് മനസ്സിലാക്കുക. എടുത്തു ചാടി അല്ലാതെ ഒരു ടൈം പീരീഡ് എടുത്ത് പൂർണ്ണമായിട്ടും ഇതിനെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുക എന്നുള്ള ഒരു എനർജി. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സമയത്ത് ഈ ഒരു രാത്രികാല ചിന്തകളിൽ ഈ ഒരു രീതിയിൽ അവരുടെ തോട്ട്സ് നിൽക്കുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ നോക്കാം. അവരുടെ ഫീലിങ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കുമ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നത് ആദ്യമേ തന്നെ ഡെസ്റ്റിനി ആണ്. ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എന്ന് പറയുന്നത് അവരുടെ ഒരു ഡെസ്റ്റിനി തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനി തന്നെയാണ് എന്നുള്ളത് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും അത് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വേണമെന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ സീക്രട്സ് വന്നിട്ടുണ്ട്, സ്റ്റാർ വന്നിട്ടുണ്ട്, ഹോപ്പ് ആണ് കിട്ടിയിരിക്കുന്നത്, എ ലോങ് ടൈം, റൊമാൻസ്, റൈറ്റ് പാത്ത് ആൻഡ് പ്രപ്പോസൽ ആണ്. ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവരുടെ ജീവിതത്തിൽ ഇപ്പൊ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ബ്രിഡ്ജ് കൊണ്ടുവരിക, നിങ്ങളുടെ സോളുമായിട്ട് പരസ്പരം കണക്ട് ആവുക. ആ ഒരു പരസ്പരം കണക്ട് ആയതിനു ശേഷം നിങ്ങളിലേക്ക് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം സീക്രട്സ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷനിലൂടെ ആ ഒരു സീക്രട്സ് മറച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം റിവീൽ ചെയ്യുക. ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇനി ഈ ഒരു ബന്ധത്തിൽ വേണ്ട. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഇനി ഒരു കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് റിലേഷൻഷിപ്പിനെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു സോൾ കണക്ഷൻ ബിൽഡ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്ത് റിവീൽ ചെയ്തതിന് ശേഷം ഈ ഒരു ബന്ധത്തിൽ ഒരു റൊമാൻസ് കൊണ്ടുവരണം. ആ ഒരു റൊമാൻസ് എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. നിങ്ങളെ പ്രപ്പോസ് ചെയ്യുക എന്നുള്ള ഒരു എനർജിയിൽ തന്നെയാണ് ഇവർ നിൽക്കുന്നത്. പ്രപ്പോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണോ നിങ്ങളുടെ ബന്ധം കടന്നു പോയിരുന്നത് അതേ രീതിക്ക് തന്നെ ആക്കാനായിട്ട് അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ ഇനിയും റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് തനിക്ക് സാധിക്കും അല്ലെങ്കിൽ താൻ അതിന് തയ്യാറാണ് എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് നൽകിയിട്ട് ആ ഒരു വാക്ക് നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇതായിരിക്കണം നിങ്ങളുടെ രണ്ടുപേരുടെയും ഡെസ്റ്റിനി എന്നുള്ള രീതിക്കാണ് ഇവർ ഫീൽ ചെയ്യുന്നത്. താൻ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു പാത്താണ്. ലവ് എന്ന് പറയുന്നത് ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ജേർണി എന്നുള്ളതാണ് ഇവരിപ്പോ തിരിച്ചറിയുന്നത്. പ്രണയം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു യാത്രയാണ്. ആ ഒരു മനോഹരമായ യാത്രയിൽ യാതൊരുവിധ സീക്രട്സോ കാര്യങ്ങളോ ഹൈഡിങ് മെന്റാലിറ്റിയോ ഒന്നും ഇല്ലാതെ പരസ്പരം ആ ഒരു സ്നേഹം
നിങ്ങൾക്കിടയിൽ പങ്കുവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഹോപ്പാണ് വന്നിരിക്കുന്നത്, വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ വീണ്ടും ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തന്റെ ഈ ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്നെല്ലാം തനിക്ക് ഒരു മാറ്റം കൈവരും. മാത്രമല്ല നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാനുള്ള ഒരു ഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു നിയോഗം എന്ന് പറയുന്നത് ഇവർക്ക് ലഭ്യമാവുകയും ചെയ്യും. അതോടൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഇവരുടെ സ്നേഹം മറ്റൊരു സ്ഥലത്തേക്കും നൽകാതെ നിങ്ങളിലേക്ക് തന്നെ എത്തിക്കാനും ഇവർക്ക് സാധിക്കും. അത്രത്തോളം ആ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളുമായിട്ടൊന്ന് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം എന്നൊരു എനർജിയാണ് ഇവരിൽ കൂടുതലായിട്ട്. നമ്മൾ ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, കമ്മ്യൂണിക്കേഷൻ കാർഡാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾക്കിടയിൽ പരസ്പരം ഒരു സംസാരം വേണം, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളത് നിങ്ങൾ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹം പോലെ ചിലപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രേ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവരൊന്ന് നിങ്ങളോട് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവരോടൊന്ന് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാമായിരുന്നു. ഒരുപക്ഷെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 80% ഓളം ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ തന്നെ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷെ ഇവരത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊരു റൈറ്റ് ടൈം ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് തോന്നിയ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഡിവൈൻ ടൈം നെക്സ്റ്റ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ട്രസ്റ്റ് ഇൻ ഡിവൈൻ ടൈമിംഗ്. ഈ ഒരു സമയം നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കൂ. ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് ഡിവൈൻ ടൈം എന്ന് പറയുന്നത്. ആ ഒരു പെർഫെക്റ്റ് ടൈം നിങ്ങളുടെ ലവിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മാറി നിന്നിരുന്ന ഈ ഒരു വ്യക്തി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് ഇപ്പോൾ അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു റൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരിക്കലും നിങ്ങൾ പിരിഞ്ഞു പോകേണ്ട വ്യക്തികളല്ല. നിങ്ങൾ റിലാക്സ് ആയിട്ട് തന്നെ ഇരിക്കൂ. നിങ്ങളുടെ ടെൻഷൻ, ആ ഒരു പ്രഷർ, അതിനെല്ലാം നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് വളരെയധികം സന്തോഷകരമായിട്ട് തന്നെ നിങ്ങൾ ഇരിക്കൂ. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വലിയ സെലിബ്രേഷൻ ആണ് കടന്നു വരാനായിട്ട് പോകുന്നത്. ആ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കൂ. വളരെയധികം പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കൂ എന്നുള്ളൊരു ഗൈഡൻസ് കൂടെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ലേറ്റ് നൈറ്റ് തോട്ട്സ് ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണും ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ഈ ഒരു ക്ലൂസ് കൂടെ കണക്ട് ആണോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ജാനുവരി എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. 19 എന്നൊരു നമ്പർ ആണ് നെക്സ്റ്റ്. 35, ചിത്തിര, വി എന്നൊരു ലെറ്റർ, എച്ച് എന്നൊരു ലെറ്റർ, 3, ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. പുണർദം സ്റ്റാർ ആണ്. എ എന്നൊരു ലെറ്റർ. ചിലവരുടെ കേസിൽ വിത്തിൻ ദ 6 months കാണിച്ചിട്ടുണ്ട് കേട്ടോ. ചിലവർക്ക് 6 മാസം ഒരു ടൈം കാണിക്കുന്നുണ്ട്. 36, ട്രിവാൻഡ്രം, കെ എന്നൊരു ലെറ്റർ, 38, 1988, 30 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡേയ്സ് ആയിട്ടും എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുടെയോ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ടും എടുക്കാം. ചിലവരുടെ കേസിൽ വിത്തിൻ 3 months വന്നിട്ടുണ്ട്. അപ്പോൾ 30 days, 3 months, 6 months ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എത്രത്തോളം ഡെപ്ത് ആണ് ഇപ്പോൾ നിൽക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെ ക്ലെയിം ചെയ്യാം. എ എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്. കൊല്ലം എന്നൊരു ഡിസ്ട്രിക്റ്റ് കിട്ടിയിട്ടുണ്ട്. അവിട്ടം എന്നൊരു സ്റ്റാർ, ട്രിവാൻഡ്രം എന്നാണ് അഗെയിൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ അതിനെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.